ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് കേരമീൻ വെച്ചിട്ടുള്ള നല്ലൊരു തലക്കറിയാണ്. അതിലേക്കായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഉലുവയെ ഒക്കെ ഒന്ന് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 4-5 വെളുത്തുള്ളി അല്ലികൾ ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 10 ചെറിയുള്ളിയോളം ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളായിട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂണോളം മുളക് പൊടി, ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളെല്ലാം നന്നായി തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചെറുതായി കട്ട് ചെയ്ത് കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് ചേരണം. ഇതുപോലെ ഒന്ന് ചേർന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഒരു 4-5 പീസ് കുടംപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ തല പീസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. പീസസ് എല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറിയെല്ലാം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇത് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേരമീൻ തലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പം തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മീൻ കറി തന്നെയാണ് ഈ ഒരു കേരമീൻ തലക്കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.